അങ്ങനെ നമ്മള് കാത്തിരുന്ന സ്ഥലത്തി ഇതാണ്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് കൊറേ ദൂരം നടക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അനിയൻ നമ്മൾ ആ സ്ഥലം ഫ്രണ്ട് വശം എടുക്കാൻ വേണ്ടിട്ടേ അങ്ങനെ പോയിട്ടാ. നമ്മളവിടെ നിന്നു, അനിയൻ അങ്ങനെ പോയിന്ന്. അവ അങ്ങനെ പോയി. എവിടെ വണ്ടി നിർത്തിക്കണാണാവോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കണ്ട. ഇവിടെ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കില്ലേ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങള് കാണാല്ലേ. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച സ്ഥലത്ത് നമ്മൾ എത്തിട്ടോ. അതാ കണ്ടോ, അതാരാടോ. അപ്പൊ എന്തൊക്കെയാ എടുക്കാൻ പറ്റുന്ന വെച്ചാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ. ഞങ്ങൾക്ക് ഇവിടെയും കിട്ടി, അനിയന്റെ അവർക്ക് അവിടെയും കിട്ടിട്ടോ. വണ്ടി നിർത്താനേ സ്ഥലം. ഇനി ഇതാ കണ്ടോ അടുത്തെത്തി. നോക്കി നോക്കില്ലേ. ഇനി അങ്ങോട്ട് പോണ്ടേ. ഇന്ന് ഞായറാഴ്ച ചെയ്തും കൊണ്ട് നല്ല പോലെ തിരക്കുണ്ട് കേട്ടോ. ഇതാ നോക്ക്. അടുത്ത് ഇല്ലമ്മോ. എത്ര ആൾക്കാരാ ഇവിടെ നോക്ക. അറിയില്ല. എല്ലാവരും വീഡിയോ കൂടിയും അല്ലാതെ പോയി ഇന്നോടത്ത് പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ നമ്മള് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. കണ്ടോ ഇത്രയും നമ്മൾ അടുത്തെത്തി. കൈ ദൂരം പറഞ്ഞ പോലെ അവിടെ അടുത്തെത്തിയില്ലേ. ഇതാ കണ്ടമ്മോ എന്തൊരു വലിപ്പാ. സ്ക്രീനൊന്നല്ല, എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിക്കാണ്. നടക്കാൻ വയ്യാത്തവർക്ക് കണ്ടോ കാളവണ്ടിയിൽ പോണോക്കൊക്കെ. അതെ, അതാ ഒരു കാളവണ്ടിയും കൂടി വരുന്നു. അതാ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോണു കാളവണ്ടിയില്. അതാ അവിടെ. ഇത്രയും ദൂരമൊക്കെ നടന്നു പോകുമ്പോ വയ്യാത്തവർക്ക് കാളവണ്ടിയൊക്കെ വേണം അല്ലേട്ടാ. എന്താ കാറ്റ്. ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. ചോറൊന്നും വേണ്ട. ഈ ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അപ്പൊ. ഞാനതാണ് പറഞ്ഞത് ചോറ് കൊണ്ടുപോകണമെന്നേ. പിന്നെ 12 മണിക്ക് കഴിച്ചിട്ട് എനിക്ക് ചായ മതി ചേട്ടാ. ചായ വാങ്ങി തന്നെ. ചായ കിട്ടുമോ? ചായ ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ല. ഇവര് ചോറ് കഴിക്കട്ടെ. ഇനിയിപ്പോ വെള്ളം അവിടെ നിന്ന് കിട്ടും. അച്ചു വെള്ളം കൊണ്ടുവന്നില്ല, ബോട്ടിൽ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞേ. മക്കളെ എല്ലാവർക്കും ഒന്നും എടുക്കാണ്ട് വന്നപ്പോൾ അറ്റം പോലെ നോക്കിയൊക്കെ നമ്മുടെ ഇവിടെ എത്തിയപ്പോഴേക്കും ചാർജും കഴിഞ്ഞു കേട്ടോ. ഫോണത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കണത് ചാർജ് നിൽക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ 2 വാർത്ത കേൾക്കുന്ന 2 വാർത്ത ആക്കാൻ പറ്റും. വണ്ടി പാർക്ക് ഇതൊക്കെ അപ്പൊ അത്രക്ക് തിരക്കവിടെ ഉണ്ടാവും. എത്തിയില്ല. പാർക്കിങ്ങിൽ നമ്മളത് ഉമ്മർത്തും കൂടെ പോയി. എന്തോ ദൈവത്തെ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. നമ്മളെ കണ്ടോ കിച്ചോ എന്ത് മറ്റുള്ള വിശേഷങ്ങള് നമുക്ക് എടുക്കാട്ടോ. ഈ ഫോണില് ചാർജ് ഇങ്ങനെ കഴിയുന്ന നമ്മൾ വിചാരിച്ചില്ലേ. ഇങ്ങോട്ടോ മാറി ഭയങ്കര കാറ്റാട്ടോ. നല്ല കാറ്റാണ്. പൊന്നേ
മതി മതി. ഇത് പിന്നെ എത്തി അവസാനം പറയാ ഡാൻസ് ഇല്ലല്ലേ? ഇവിടെയല്ല ചായ പറഞ്ഞേ രണ്ടാളെ പോയി അവര് പിന്നെ മറ്റേ എന്ത് എന്ത് സാധനം ചോറുണ്ടല്ലേ നിങ്ങള്? ചോറുണ്ട്. അല്ല നിങ്ങളെന്താ കഴിക്കാൻ വേണ്ടി വന്നതാ? പറഞ്ഞു മണം വരുന്ന ഓടി കളിക്കട്ടടാ. അവൻ ഓടുന്നതിന് കണക്ക് എന്താണ് നടക്കുന്നത്? നീ ഓടിക്കോ. ഇത്ര ആളുകൾ വന്ന് സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേ? അവന്റെ സന്തോഷം അവനെ ഓടി ആഘോഷിക്കട്ടെ. ചെരുപ്പിട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ലേ? ആ എന്തൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ശരി, ഒരുപാട് പോലെ എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലേ. അത് നമുക്ക് അപ്പുറത്തെ കണ്ടിട്ട് വരാം. യോഗ സെന്റർ പോയിട്ട് കണ്ടിട്ട് വരാം. എന്നാണ് അങ്ങോട്ട് പോവാ. പിന്നെ എന്തെങ്കിലും നടക്കുക എന്ത് അത് മേലല്ലേ? ഒരു തേനീച്ചക്കൂട് പോലെ എന്തോ ഒന്നുണ്ട്. പിന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ലേ? എവിടെ? ആ ഞാൻ എന്ത് ചോദിച്ചത്? ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അത്ര ആൾക്കാരൊക്കെ കാണില്ലേ? നിന്നെ കൊണ്ട് ചടച്ചത്. ഇല്ല, കേറാൻ വഴിയില്ല. ഉണ്ട് ഉണ്ടോന്നല്ല അങ്ങോട്ട് കയറി നോക്കുമ്പോ അറിയാ. താഴെ നോക്കുമ്പോഴല്ലേ എത്ര ഹൈറ്റ് ആണ്. എന്താ കുഞ്ഞാ? ഏതിനാ ചോദിച്ചോക്ക്? ഇതിപ്പോ എവിടെയാണ് അതിന്റെ പൈസ കൊടുക്കുന്നത്? അവിടെയാണോ? ഉണ്ട്. ആ അവിടെയാണ് പൈസ കൊടുക്കുന്നത്. അവളെ കുഞ്ഞും കേറിയിരുന്നല്ലോ. ടിക്കറ്റ് എടുക്കട്ടെ എന്ന്. എത്ര ആളാണ്? നമ്മള് 10 വേണ്ടല്ലേ? ചോദിച്ചോക്ക്. ഞാൻ ടീ ടൈം ആണെങ്കിൽ നടന്നോളൂ. ടോക്കൺ അതാ എന്തേ അവിടെ അടച്ചല്ലേ? ടോക്കൺ അവിടെ അടച്ചോ? ആ അതാണ് നടന്നപ്പോ ഈ സമയം കളയണ്ട. പോന്ന കുഞ്ഞാ, നടക്കാൻ വയ്യാത്തവരൊക്കെ നടന്നോളൂ. കാണാൻ വന്ന് നടന്നു കണ്ടേ. അതാട്ടോ അതിന്റെ അവിടെ ഉപയോഗിക്കുന്നത്. നല്ല ആരോഗ്യത്തിൽ കാണില്ല, അവർക്കൊന്നും കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും നോക്കുന്നു. ഇങ്ങോട്ട് വന്ന് പോന്ന രക്ഷയില്ല. വന്നോ മുന്നിക്ക് നോക്കി നടന്നു. ചോളാണല്ലേ? ഭയങ്കര കാറ്റാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇതിൽ കയറാൻ പറ്റി. ഞാൻ പോന്ന്. അതെ, പോകുമ്പോ കയറാട്ടോ. ആ അതാ വേറെ ഉണ്ട് വണ്ടികള്. അത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു അണക്കട്. മൂപ്പിലിട്ടോ മുളകിലിട്ടോ കുഞ്ഞിനൊക്കെ ചടച്ചല്ലോ.
തന്തൂരി ചായ. അയ്യോ, അപ്പൊ എങ്ങനെ കുടിക്കാൻ പിടിച്ചിട്ട്? ഈ പാത്രത്തിൽ കട്ടിട്ടുണ്ടാവേ. അവര് ചായ ചൂടാറിക്കണ്ടേ? ഏട്ടാ കാളനുണ്ട് തോന്നൂടെ? എനിക്ക് കാളം മതി കേട്ടോ. കാളം മതി. ഇളനീരൊന്നും വേണ്ടില്ല. ഇളനീരൊന്നും വേണ്ടില്ല. ഇളനീരോ? അമ്മ എന്താ ഇളനീര് വേണം. ക്ഷീണം മാറി ചിലപ്പോ. ക്ഷീണം മാറി ഇളനീര് കുടിച്ചാ. ഒരിളനീര് കുടിച്ചാ മതി. അത് മുഴുവൻ ഇത് കുടിക്കാൻ പറ്റുമോ? ഏതാണ് തന്തൂരി ചായ. തന്നെ മതി. പാനിപ്പൂരി. പാനിപ്പൂരി ഒരു 3 എണ്ണം. 3 പാനിപ്പൂരി. 2 കാലം. ഇളനീര് അതവിടെ എത്ര? 290. ഈ നൂഡിൽസിന് എത്രയുണ്ടോ? അതെ, നടക്കാൻ വൈകില്ലേ? കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും നൂഡിൽസ് വാങ്ങി വന്നോ? ഇങ്ങോട്ട് നിക്കാം വണ്ടി വരുമ്പോഴേ. ഇത് വെക്കള്ള തന്നെയാണ് വേണ്ടല്ലേ? ഈ ചെടികളൊക്കെ അതേ തോന്നുന്നുണ്ട്. ഒന്ന് ഒതുങ്ങി നടക്കുമ്പോ നീ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കണ്ട. എല്ലാത്തിനും ഇഷ്ടംപോലെ പഠിക്കാരാണല്ലോ അല്ലേ? അതാ തേങ്ങ കളഞ്ഞല്ലോ. എവിടെ തേങ്ങ കിട്ടി? ആ, ഇളനീര് കുടിച്ചാ? ആ, ശരി. നമ്മുടെ എന്താ ധ്യാനത്തിലിരിക്കുന്ന ഇരുത്തം കണ്ടില്ല? പരിപാടിക്ക് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ലാസ്റ്റ് പരിപാടിക്ക് കിടക്കാണ്. ഇനിയിപ്പോ ഇവര് പോയി കഴിഞ്ഞിട്ട് യോഗ ക്ലാസ് വീട്ടിൽ തന്നെ തുടങ്ങുന്ന തോന്നുന്നു. ഇവിടെ വരികയാണെങ്കിൽ രാവിലെ വരണം. ഉച്ചക്കൊന്നും വന്നിട്ട് കാണാനൊന്നും തോന്നുന്നു. നമ്മള് വീട്ടിൽ നിന്നേ വന്നത് 12 മണി കഴിഞ്ഞിട്ടാട്ടോ. ശരിക്കും രാവിലെ എന്താ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 12 മണിക്ക് എത്തി കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാണാണ്ട് അല്ലേ? എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേപോലെ വരുമ്പോ കാണാട്ടോ. ഇവിടെ അല്ലേ സത്യം പറയാച്ച ഒരു നെഗറ്റീവ് ഫീൽ അല്ല കേട്ടോ, ഒരു പോസിറ്റീവ് ഫീൽ അല്ലേ? ഭയങ്കര വൈബാണ്. എന്താ ചുറ്റുപാടന്നെ എങ്ങനെയല്ലേ, പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാണ്ടിരിക്കുക? ആർക്കായാലും ഇഷ്ടപ്പെടും.
ആർക്കായാലും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും അതാ വെള്ളം വേണോ? അതാ നമുക്ക് വീഡിയോ നിർത്താം. ഇനി ലേസറിന്റെ പരിപാടി എങ്ങനെയാന്നുള്ളത് അറിയില്ല. അത് എടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ഉൾക്കൊള്ളിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നാളെ കാണാം. നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.